എൻ്റെ ജീവിതത്തിലാണ് നിങ്ങൾ കയറി കൊത്തിയത്. എൻ്റെ ജീവിതത്തിലാണ്. എന്നിൽ ഒരു വ്യക്തിയുണ്ട്, വ്യക്തിയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കുടുംബസ്ഥൻ, ഭർത്താവ്, അച്ഛൻ. എന്ത് ചെയ്തിട്ട് എവിടെ മുതൽ നിങ്ങൾ തുടങ്ങി? മിസ്റ്റർ സുരേഷ് ഗോപി, നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ എന്ന് എനിക്ക് ചോദിക്കേണ്ടി വരും. എന്തിനാണ് ഇങ്ങനെ വിക്ടിം കാർഡ് ഇറക്കി കളിക്കുന്നത്? എന്താണ് സാറിന് ചെയ്തത്? ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയാണെങ്കിൽ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് സാർ ഉത്തരം പറഞ്ഞേ മതിയാവുകയുള്ളൂ. ഇത്രയും കാലം എന്താ ചെയ്തത്? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാണ് കളിക്കുന്നത്? സൂക്ഷിച്ച് കളിക്കണം. മാടമ്പിയായി, ജന്മിയായി, തമ്പ്രാനായി നിങ്ങൾക്ക് ജനാധിപത്യ രീതിയിൽ വോട്ടിട്ട് തന്ന ഒരു ജനപ്രതിനിധി മാത്രമാണ് നിങ്ങൾ. രാജാവോ മാടമ്പിയോ തമ്പ്രാനോ ഒന്നുമല്ല. ഇലക്ഷൻ സമയത്ത് മുട്ടിലിഴിഞ്ഞ് പൊന്നിങ്കരിച്ച് കൊണ്ടു കൊടുക്കാൻ നിങ്ങൾക്കറിയാം. പക്ഷേ അതേസമയം കുറച്ച് കന്യാസ്ത്രീകൾ അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ ഒന്നും മിണ്ടിയില്ലല്ലോ. നിങ്ങൾക്ക് ഉത്തരം പറയേണ്ടതല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? നിങ്ങളുടെ മണ്ഡലത്തിൽ വ്യാജമായി വോട്ട് ചേർക്കപ്പെട്ടു, അതും നിങ്ങളുടെ ഡ്രൈവറിനെ വ്യാജമായിട്ട് ആ മണ്ഡലത്തിൽ വോട്ട് ചേർത്തിട്ടപ്പോഴും ഒരക്ഷരം നിങ്ങൾ ഇതുവരെ മിണ്ടിയിട്ടില്ല. നിങ്ങളൊരു മനുഷ്യനും ദ്രോഹിച്ചിട്ടില്ല. സിനിമയിലെ ഭരചന്ദ്രൻ നിങ്ങൾ ജീവിതത്തിൽ കളിക്കരുത്. ജനാധിപത്യത്തെ തകർക്കുന്ന തരത്തിൽ നിങ്ങളുടെ മണ്ഡലത്തിൽ നിങ്ങൾക്കെതിരെ അലിഗേഷൻ വന്നാൽ അത് ഉത്തരം പറയേണ്ട ബാധ്യത നിങ്ങൾക്ക് തന്നെയാണ്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്.